ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിത് നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുക കഥയും പറയാം, ഒരു നെയ്ച്ചോറും ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും. എങ്കിലും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. പാനിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് നെയ്യാണ്. നെയ്യുടെ കൂടെ ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഓയിൽ ഓപ്ഷണൽ മാത്രമാണ്, നെയ്യ് മാത്രം മതിയാകും. പിന്നെ ഞാൻ അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് നമുക്ക് വറുത്തെടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ലാതെ എന്ത് നെയ്ച്ചോർ ബിരിയാണി അല്ലേ. അപ്പോൾ അറിയാലോ, ഒരു ഗോൾഡൻ കളറാകില്ലേ, ബ്രൗൺ കളറാകും. ഗോൾഡൻ കളർ ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് സവാള ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് കഥയും കൂടി അങ്ങ് പറഞ്ഞു തുടങ്ങല്ലേ. ഒരു 2017 ഞാൻ ആദ്യമായിട്ട് നെയ്ച്ചോറ് വയ്ക്കുന്ന ദിവസം കൂടിയാണ്. അതും എൻ്റെ ബ്രദർ നൗഫൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, അവൻ വരുമല്ലേ, അരി ഇരിപ്പുണ്ട്, നെയ്ച്ചോറ് വെച്ച് കൊടുക്ക്. അപ്പോൾ ഉമ്മ കണക്കൊക്കെ പറഞ്ഞു തന്നെ. ഞാൻ കണക്കിൽ ഭയങ്കര ജീനിയസ് ആയതുകൊണ്ട് എല്ലാം എൻ്റെ തലമണ്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ സമയം നമ്മുടെ സവാളയിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പും പഞ്ചസാര ഇടുമ്പോൾ നമ്മുടെ ഉള്ളിക്കൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മുടെ ഉള്ളി. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഉമ്മ അങ്ങനെ കണക്കൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ടെൻഷനുണ്ട് വെക്കുന്നതിലും, പിന്നെ നൗഫലല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വെച്ച് അവൻ വന്നു. അതിന് മുമ്പിൽ ഞാൻ ചോറൊക്കെ വിളമ്പി, നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് അവൻ്റെ വായ് വെച്ചിട്ട് അവൻ എന്നൊരു നോട്ടം ഇങ്ങനെ നോക്കി. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ഇങ്ങനെ നോക്കി. ഞാൻ ചെന്നേരം വെന്തില്ലേടാ, വെന്തില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല, നീ തിന്നേ പറ്റൂ, ഞാൻ നിനക്ക് വേണ്ടി വെച്ചതാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കി, നീ തിന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കഷ്ടം. അങ്ങനെ അവൻ എനിക്ക് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പാവം ഞാൻ ഇട്ട് കൊടുത്ത ചോറ് മൊത്തം അവൻ എങ്ങനെയോ കഴിച്ച്. അങ്ങനെ പിന്നെ അതുമല്ല, ചോറ് ഫുള്ളൊരു ഗ്രാമ്പ് പൂത്ത് നിൽക്കുന്ന, നമ്മളെ ഗ്രാമ്പുമില്ലേ, ഫുള്ള് ചോറിന്നിട്ട് ഗ്രാമ്പുമായിരുന്നു മൊത്തം. അങ്ങനെ ഫസ്റ്റ് ഞാൻ വെച്ച നെയ്ച്ചോറും പരീക്ഷണവും എൻ്റെ നൗഫലിനായിരുന്നു. അത് ഫ്ലോപ്പായ നെയ്ച്ചോറാണ്. അതിനുശേഷം ഈ അടുത്ത സമയത്താണ് ഞാൻ നല്ലപോലെ നെയ്ച്ചോറ് വെക്കുന്നതും ഉണ്ടാക്കാൻ പഠിച്ചതും. അപ്പോൾ ആ ഒരു നെയ്ച്ചോറ് റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചോറ് ധൈര്യമായിട്ട് വെച്ച് നോക്കണം, ഒരു ഫ്ലോപ്പും ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സവാളയൊക്കെ വറുത്ത് കോരി. പിന്നെ ഞാൻ അടുപ്പിലാണ് നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്നത്. ഇവിടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന പാത്രമാണിത്. അതിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ച് കുടിച്ചു. നെയ്യുടെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാവർക്കും അറിയാം, ഗ്രാമ്പു, ഏലക്ക, പട്ട, കുറച്ച് പെരിഞ്ചീരകം, ഒരു 5 പീസ് കുരുമുളക് എന്നിവ ഇട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് സവാള, പച്ചമുളക്, തക്കാളി, പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്. കുറച്ച് മതി, ഒരു ചിരി അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ അതിലോട്ട് നമ്മൾ നല്ലപോലെ കഴുകിയ വെള്ളമൊക്കെ വാർത്ത് വെച്ച് നമ്മുടെ അരിയും ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. അരി വറുക്കുക എന്ന് പറയുമ്പോൾ പൊട്ടുന്നൊരു സൗണ്ടില്ലേ, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ നെയ്ച്ചോറിന്. പിന്നെ അരി ഒന്ന് പൊട്ടി വന്ന് ആ സമയത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒന്നും ആരും എടുക്കരുത്, നമ്മൾ ചൂടുവെള്ളം തന്നെ എടുക്കാവൂ. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ഒഴിച്ചത് നമ്മുടെ റൈസ് പരസ്പരം ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങ നീരില്ലെങ്കിൽ നമുക്ക് കുറച്ച് വിനിഗറായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ഉപ്പ്, അതാരും മറക്കരുത്, ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പൊന്ന് നമ്മുടെ ബിരിയാണിക്ക് നെയ്ച്ചോറ് ഇച്ചിരി ഒന്ന് മുന്നേ നിൽക്കണമല്ലോ. അപ്പോൾ ആ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം വിറകടുപ്പല്ലേ, അടുക്കി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തതാണ്. എനിക്ക് വെള്ള നെയ്ച്ചോറാണ് ഇഷ്ടം, പക്ഷേ ഇവിടെ ഉമ്മാക്കൊക്കെ കളറ്, ഈ ഒരു മഞ്ഞ കളറുള്ള ചോറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ കലക്കി ഒഴിച്ചു കൊടുത്തത്. അത് വേണോ വേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അറിയാമല്ലോ, എളുപ്പപ്പണികളാണ്. നമ്മളെ നേരത്തെ വറുത്ത് വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറാണല്ലോ, നെയ്ച്ചോറിന് മുന്നിലേക്ക് നമ്മുടെ നെയ്യുടെ ആ ഒരു മണവും ഒരു ടേസ്റ്റാണല്ലോ. അപ്പം ഞാൻ കുറച്ചധികം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ഇട്ടൊന്ന് നമ്മൾ ചോറൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും സക്സസ് ആവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വളരെ എളുപ്പമല്ല നമ്മൾ ചോറുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.